ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജി ടെക്. Realme3Pro എന്ന ഫോണിലെ ColorOS 6 അത് Realme3 Proയിൽ മാത്രമല്ല 2 Proയിൽ വരാം, അതേപോലെ തന്നെ ഓപ്പോയുടെ ഫോണുകളിൽ വരാം. അപ്പോൾ ഈ ColorOS 6ലെ പ്രധാനപ്പെട്ട ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മെയിനായിട്ട് Realme3 Proയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ആദ്യം നമുക്ക് ക്യാമറ ആപ്ലിക്കേഷനുള്ളിൽ എങ്ങനെയാണ് 64 മെഗാ പിക്സൽ ഫോട്ടോ എടുക്കുക. ആദ്യം എക്സ്പെർട്ട് മോഡിലേക്ക് വന്നിട്ട് മുകളിൽ കാണുന്ന ആ ഒരു ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അൾട്രാ HD ഓൺ എന്ന് വരും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 64 മെഗാ പിക്സലിൽ ഫോട്ടോ എടുക്കാം. ഇനി അതേപോലെ തന്നെ ആ മെനുവിനകത്ത് സ്ലോ മോഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ 960 ഫ്രെയിം പെർ സെക്കൻഡ് മുകളിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് കാണാം. 960 ഫ്രെയിം പെർ സെക്കൻഡ് സെലക്ട് ചെയ്യുക, വീഡിയോ ഷൂട്ട് ചെയ്യുക. 10 സെക്കൻഡ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഫുൾ HD വീഡിയോ എടുക്കുമ്പോൾ 60 FPS എന്നുള്ള സംഭവം എങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ വീഡിയോ എന്നുള്ള ഓപ്ഷനിലായിരിക്കണം. ആ ഓപ്ഷനിൽ വന്നതിന് ശേഷം സെറ്റിംഗ്സ് എടുക്കുക. അതിന് മുമ്പ് ഫുൾ HD നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഫുൾ HD എന്നുള്ള സംഭവം എനേബിൾ ചെയ്തിട്ട് സെറ്റിംഗ്സിനകത്തേക്ക് കടന്നിട്ട് ഫ്രെയിം റേറ്റ് എന്നുള്ള സെക്ഷനിൽ 60 FPS 30 FPS നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ക്രോമ ബൂസ്റ്റ് എന്നൊരു സംഭവത്തെക്കുറിച്ച് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. സംഗതി ഇതാണ്. ഫോട്ടോസ് എന്നുള്ള മോഡിനകത്ത് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഐക്കൺ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ക്രോമ ബൂസ്റ്റ് ഓൺ ഓഫ് നമുക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് ക്യാമറയുടെ ഭാഗത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ച കുറേ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് മറ്റുള്ള മേഖലകളിലേക്ക് കിടക്കാം. ഇതിന് 3 ഫിംഗർ സ്ക്രീൻഷോട്ട്. സാധാരണ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഇങ്ങനെയാണ്. വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും ഒരേ സമയം ഞെക്കി പിടിച്ചുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നാൽ ഇതിനകത്ത് 3 വിരൽ കൊണ്ട് സ്വൈപ്പ് ചെയ്താൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതിന് സെറ്റിംഗ്സിനകത്ത് 3 എന്ന് സെർച്ച് ചെയ്യുക. താഴെ 3 ഫിംഗർ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ 3 വിരൽ കൊണ്ട് താഴോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ ഇതുപോലെ ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ സെറ്റിംഗ്സിനകത്തുള്ള റൂട്ടൊന്നും പറയാനില്ല, നമ്മൾ നേരെ സെർച്ച് ചെയ്യാനോട്ടോ ചെയ്യണം. മുകളിൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന സംഭവം. 2 ആപ്ലിക്കേഷൻ ഒരേ സമയം സ്ക്രീനിൽ ഉപയോഗിക്കാനുള്ള സംഭവമാണ്. അത് എങ്ങനെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാ ആപ്ലിക്കേഷനും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ അത് യൂസ് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെറ്റിംഗ്സിനകത്ത് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത ആ 3 എന്ന് തന്നെ ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് 3 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനകത്ത് സ്വൈപ്പ് അപ്പ് 3 ഫിംഗർ ഫോർ സ്പ്ലിറ്റ് സ്ക്രീൻ ആ ഓപ്ഷൻ എടുക്കുക. ആപ്പ് സ്പ്ലിറ്റ് സ്ക്രീൻ എനേബിൾ ചെയ്യുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഗൂഗിൾ ക്രോം പോലുള്ള ആപ്ലിക്കേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ വെറുതെ മുകളിലേക്ക് 3 വിരലോടൊന്ന് സ്വൈപ്പ് ചെയ്താൽ അത് പകുതി സ്പേസിലേക്ക് മാറും. അടുത്ത ആപ്ലിക്കേഷൻ ഇത് സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത ആപ്ലിക്കേഷൻ ജിമെയിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് അടുത്ത വിൻഡോ ആയിട്ട് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് 3 വിരൽ കൊണ്ട് സ്വൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രീൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇത് ആവശ്യം കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ കാണുന്ന 3 ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ക്ലോസ് കൊടുക്കുക. ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാം. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോസൊക്കെ എങ്ങനെ ഹൈഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഗാലറി എടുത്തതിന് ശേഷം ഫോട്ടോസ് എന്നുള്ള സെക്ഷനിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. സെറ്റ് പാസ്കോഡ് അത് കൊടുത്തതിന് ശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുക. യൂസ് അത് കഴിഞ്ഞാൽ കൺഫേം ചെയ്യുക ഒന്നും കൂടിയും. അതിനുശേഷം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അതിനൊരു ആൻസർ, അഥവാ പാസ്വേഡ് മറന്നുപോയാൽ അത് വീണ്ടും തിരിച്ചെടുക്കാനുള്ളൊരു സെറ്റപ്പാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിനൊരു ആൻസറും കൊടുത്ത് ഡൺ അടിച്ചാൽ സംഭവം റെഡിയായി. പ്ലസ് എന്ന ഐക്കൺ മുകളിൽ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഫോട്ടോ അതിനകത്തേക്ക് ആഡ് ചെയ്യണം അത് മുഴുവൻ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. അത് ഗാലറിയിൽ പിന്നെ കാണില്ല. അത് ഇങ്ങനെ സേഫ് ആയിട്ടിരിക്കും. ഇനി അഥവാ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് എടുത്ത ഉടനെ അത് ഹൈഡ് ചെയ്യണമെങ്കിൽ അതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് സെറ്റ് ആസ് പ്രൈവറ്റ് എന്ന താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് പ്രൈവറ്റ് മോഡിലേക്ക് പോകും. പിന്നെ അത് കാണണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഫോട്ടോസ് തുറക്കുക. ഈ ഫോട്ടോസിൽ പ്രസ് ചെയ്ത് പിടിക്കുക. പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് അടിക്കുക. ജസ്റ്റ് ആ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈസി ആയിട്ട് ഫോട്ടോസ് ഹൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരേ സമയം വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ 2 എണ്ണം വീതം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ക്ലോൺ ആപ്പ് ആ ഒരു സംഭവം പല ഫോണുകളുണ്ട്. അത് ഇതിനകത്തുകൊണ്ട് സെറ്റിംഗ്സിൽ ക്ലോൺ എന്ന് സെർച്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ ക്ലോൺ ആപ്സ് എന്നുള്ള ആ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് അങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷനാണ് ഇത് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇൻസ്റ്റാഗ്രാം 2 എണ്ണം ആക്കാൻ പോവാണ്. എനിക്ക് ഓൾറെഡി പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം എനേബിൾ ചെയ്താൽ ഇതോടുകൂടി എനിക്ക് 2 ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഹോം സ്ക്രീൻ അടിക്കുകയാണ്. ഇവിടെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ക്ലോൺ ഉണ്ടോ, ഇൻസ്റ്റാഗ്രാം ക്ലോൺ, അത് 2ാമത്തെ ഇൻസ്റ്റാഗ്രാമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ അതിനൊക്കെ ഇങ്ങനെ ക്ലോണിങ് സംവിധാനം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ലോക്ക് ചെയ്യാൻ പലരും വേറെ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആപ്പ് ലോക്ക് ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനകത്ത് സെറ്റിംഗ്സിൽ നമ്മൾ വീണ്ടും സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ സെറ്റിംഗ്സ് എടുക്കുക. ആപ്പ് ലോക്ക് എന്ന് സെർച്ച് ചെയ്യാം. ജസ്റ്റ് ആപ്പ് ലോക്ക് എന്നടിക്കുമ്പോൾ തന്നെ ആ സംഭവം വരും. നമ്മൾ റൂട്ട് പറയുന്നില്ല കേട്ടോ, ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ആപ്പ് ലോക്ക് അത് കണ്ടെത്തി കഴിഞ്ഞാൽ പാസ്വേഡ് കൊടുക്കുക, അത് ഓപ്പൺ ആവും. അതിനകത്ത് ആപ്പ് ലോക്ക് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ആപ്പ് ലോക്കിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ ലോക്ക് ചെയ്യണം, ഞാനിവിടെ 2-3 ആപ്ലിക്കേഷൻ എക്സാമ്പിളിന് ലോക്ക് ചെയ്യാണ്. യൂസ് എന്ന് കൊടുത്താൽ ലോക്കായി. ഇനി നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആപ്പ് ലോക്കിൻ്റെ പാസ്വേഡ് ചോദിക്കും. നമ്മളത് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈസി ആയിട്ട് ഓപ്പൺ ആയി കിട്ടും.
ഇനി നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നത് ഫേസ് അൺലോക്കും അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റും കൊണ്ടൊക്കെ നമുക്ക് ഈ ആപ്പ് ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത ഫോട്ടോസ് ഒക്കെ നമുക്ക് കാണാനും ഈ നമ്പർ അടിക്കാതെ പാസ്വേഡ് അടിക്കാതെ ഈസി ആയിട്ട് ഫേസ് അൺലോക്ക് കൊണ്ട് സാധിക്കും. അതെങ്ങനെയാണെന്നാണ് കാണാൻ പോകുന്നത്. അതിന് ഫിംഗർ പ്രിന്റ് ഫേസ് ആ ഒരു സെറ്റിംഗ്സിലേക്ക് വന്നിട്ട് ഈ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് അൺലോക്ക്, ഞാനിപ്പോൾ ഫേസ് അൺലോക്ക് സെറ്റ് ചെയ്യാം. ഫേസ് അൺലോക്ക് എടുത്തിട്ട് അത് പാസ്വേഡ് അടിച്ച് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ ഫേസ് ഫോർ അൺലോക്ക് എന്ന് നമുക്ക് അവിടെ കാണാം, രണ്ടാമത്തെ സെക്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ലോക്കിനും പ്രൈവറ്റ് സേഫിനും ഈ മെത്തേഡ് നമ്മൾ ഓൺ ചെയ്യാം. ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മുടെ ഫേസ് കണ്ട വഴിക്ക് അൺലോക്ക് ആവും. ഫിംഗർ പ്രിന്റ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോട്ടോസിലേക്ക് വരികയാണ്, അത് ക്ലിക്ക് ചെയ്താൽ പാസ്വേഡ് വേണ്ട, നമ്മുടെ ഫേസ് കണ്ട വഴിക്ക് അത് ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കതൊക്കെ ഇതിനു വേണ്ടിയും യൂസ് ചെയ്യാം. ഇനി ഡോൾബി ഇതിലുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഇതിനകത്ത് ഡോൾബി ശരിക്കും പറഞ്ഞാൽ ഇല്ല, പക്ഷേ ഡെവലപ്പർ ഓപ്ഷനിൽ അത് എനേബിൾ ചെയ്യാം. ഞാൻ എനേബിൾ ചെയ്ത് നോക്കിയിട്ട് വലിയ എഫക്റ്റ് ഒന്നും തോന്നിയില്ല, പക്ഷേ സംഗതി ഇതിനകത്തുണ്ട്. അതിന് എബൌട്ട് ഫോൺ എന്നുള്ള സെക്ഷൻ എടുത്തിട്ട് വെർഷൻ എന്നുള്ളിടത്ത് ഒരു 4-5 തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ മോഡ് ഓൺ ആയി കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അഡീഷണൽ സെറ്റിംഗ്സ് എന്നുള്ള സെറ്റിംഗ്സിനകത്തെ അഡീഷണൽ സെറ്റിംഗ്സിലേക്ക് ചെല്ലുക. അതിനകത്ത് ഡെവലപ്പർ ഓപ്ഷൻസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്വിക്ക് സെറ്റിംഗ് ഡെവലപ്പർ ടൈൽസ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിനകത്ത് ഡോൾബി അറ്റ്മോസ് ഓൺ ചെയ്യാം. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അങ്ങനെ സംഭവം ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് പലരും ഡോൾബി അറ്റ്മോസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നൊരു കാര്യം. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയ ഒരു സംഭവമാണ് കിഡ്സ് മോഡ്. സെറ്റിംഗ്സിൽ കിഡ്സ് എന്ന് സെർച്ച് ചെയ്യുക. നേരെ ആ ഒരു മോഡിലേക്ക് വരും. ടൈം നമ്മൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഒരു അരമണിക്കൂർ എന്ന് വെച്ചാൽ 30 മിനിറ്റ് സെലക്ട് ചെയ്യാം. ആപ്ലിക്കേഷൻസ് ഏതൊക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നുണ്ട്. കുറച്ച് ഗെയിംസ്, അസ്പാർട്ട് 9, അതേപോലെ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യാം. അതായത് കുട്ടികൾക്ക് ഈ ഫോൺ കൊടുക്കുമ്പോൾ അവർ യൂസ് ചെയ്യാൻ പാടുന്ന ആപ്ലിക്കേഷൻ. ഇപ്പോൾ വാട്സപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ അറിയാണ്ട് അനേകം മെസ്സേജ് അയക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവർ കൊടുക്കുമ്പോൾ അവർ യൂസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. മ്യൂസിക്, അതേപോലെ കുറച്ച് ഗെയിമുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പുറകിലേക്ക് എടുക്കുക. അതായത് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നേരെ ബാക്ക് അടിക്കുകയാണ് ചെയ്യേണ്ടത്. ബാക്ക് അടിച്ചതിന് ശേഷം നെറ്റ്വർക്ക് അവർക്ക് ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കണോ വേണ്ടയോ. ചില ഗെയിമിന് നെറ്റ് ആവശ്യമാണ്, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കുട്ടികൾക്ക് കാണാൻ സാധിക്കില്ല. അവരുടെ ഫോൺ കിട്ടിയാൽ അവർക്ക് ഈ ഒരു സംഭവം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, നമ്മൾ അനുവദിച്ച ആപ്ലിക്കേഷൻ മാത്രം. ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു സംഭവമാണ്. ആവശ്യം കഴിഞ്ഞാൽ നമുക്കതങ്ങനെ ക്ലോസ് ചെയ്ത് കളയുകയും ചെയ്യാം. ഇനി ഈ ഫോണിൽ ഗസ്റ്റർ നാവിഗേഷൻ ഉണ്ടോ എന്ന് കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംവിധാനം ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുക്കുക. സെയിം നമുക്ക് സെർച്ച് ഓപ്ഷനിൽ ഗസ്റ്റർ GEST എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഓപ്ഷൻ വരും. ഫസ്റ്റ് തന്നെ നാവിഗേഷൻ കീയുടെ ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് വിർച്വൽ കീ ആണ് നമുക്ക് മുകളിൽ കാണുന്നത്. താഴെ കാണുന്ന 3 ബട്ടൺസിൻ്റെ കാര്യമാണ്. രണ്ടാമത്തെ സ്വൈപ്പ് അപ്പ് ഗസ്റ്റർ എന്നുള്ള സംഭവത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗസ്റ്റർ നാവിഗേഷൻ ഓൺ ആകും. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ റിവേഴ്സ് പോകാനൊക്കെ താഴത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ റിവേഴ്സ് പോകും. അതുപോലെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നേരെ ഹോം സ്ക്രീനിലേക്ക് പോകും. മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ റീസെൻറ്റ് സ്ക്രീനിലേക്കും പോകും. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഒരു ഡെമോ. അല്ല, റിവേഴ്സ് പോകാൻ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അതേപോലെ ഹോം സ്ക്രീനിൽ നിന്ന് റീസെൻറ്റ് സ്ക്രീനിലേക്ക് പോകാൻ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ടൊന്ന് നിർത്തിയാൽ മതി. ജസ്റ്റ് ഹോമിലേക്ക് പോകാൻ വെറുതെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫിഷ്യൻ്റ് ആയ ഒരു സംഭവം തന്നെയാണ്. വേണ്ടവർക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇനി നെറ്റ്വർക്ക് സ്പീഡും മറ്റൊക്കെ ടൈമിൽ കാണണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ നെറ്റിന് എത്ര സ്പീഡ് ഉണ്ടെന്ന് കാണണമെങ്കിൽ സെറ്റിംഗ്സിൽ ഇതുപോലെ സ്പീഡ് എന്ന് സെർച്ച് ചെയ്താൽ ഷോ റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് എന്നുള്ള സംഭവം കാണും. അതങ്ങ് ഓൺ ചെയ്താൽ നമുക്ക് സ്ക്രീനിൻ്റെ മുകളിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ നമ്മുടെ നെറ്റിൻ്റെ ഒരു സ്പീഡ് എത്രയുണ്ടെന്നുള്ളത് കാണാൻ പറ്റും. കണ്ടോ, അവിടെ ആയിട്ട് നിങ്ങൾക്ക് എത്ര KB/s സ്പീഡിലാണ് നമ്മുടെ നെറ്റ്വർക്ക് കണക്റ്റ് ആയിരിക്കണമെന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ സ്പീഡ് എന്ന് നെറ്റ് സെറ്റിംഗ്സിൽ സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഷോ റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് എന്നുള്ളത് ഓൺ ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ ഷെയ്ഡിൽ ആ സംഭവം ഉണ്ട്. വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. സ്ക്രീൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ജസ്റ്റ് വേണ്ട സമയത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ആവശ്യം കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. ആസ് യൂഷ്വൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിനകത്തുണ്ട് ചില ആൾക്കാർ അത് കാണില്ല എന്ന് പറയുന്നുണ്ട്. സംഗതി വേറെ ഒന്നുമല്ല, അത് കാണാത്തതിൻ്റെ കാരണം ചിലപ്പോൾ അത് മറ്റൊരു മേഖലയിലായിരിക്കും. അതിങ്ങനെ നോട്ടിഫിക്കേഷനിൽ ഇവിടെ കാണുന്നില്ലെങ്കിൽ മുകളിലുള്ള ആ ഒരു ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും അതുണ്ടാവുക. അത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതിന് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നിടുക. അപ്പോൾ നമുക്ക് അത് മുകളിൽ കിട്ടും. ആവശ്യത്തിന് അത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി OTG ഫെസിലിറ്റി ഉണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചു. OTG ഫെസിലിറ്റി ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. സെറ്റിംഗ്സിൽ നമ്മൾ OTG എന്ന് സെർച്ച് ചെയ്യുക. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. കണ്ടോ, OTG കണക്ഷൻ കാണാം. അത് എനേബിൾ കൊടുക്കുക. എനേബിൾ ചെയ്താൽ OTG ഫെസിലിറ്റി നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അടുത്തത് സൈഡ് ബാർ ആണ്. സൈഡ് ബാർ എങ്ങനെ എനേബിൾ ചെയ്യാം, അതിൻ്റെ യൂസ് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സെറ്റിംഗ്സിൽ നമ്മൾ സെർച്ചിൽ സൈഡ് എന്ന് ടൈപ്പ് ചെയ്യുക. സൈഡ് ബാർ എന്ന് വരും. അതിങ്ങനെ എനേബിൾ ചെയ്താൽ നമുക്ക് സൈഡ് ബാർ യൂസ് ചെയ്യാം.
അങ്ങനെ എനേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എനേബിൾ ആയി കിട്ടും. ഇതിനകത്ത് കുറേ സെറ്റിങ്സ് ഉണ്ട്, സ്ക്രീൻഷോട്ട്, സ്ക്രീൻ റെക്കോർഡിംഗ്, അങ്ങനെ ഫയൽ മാനേജർ, അങ്ങനെയുള്ള പല സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കാം. ക്യാമറ, അങ്ങനെ എന്തൊക്കെ വേണോ അതൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ യൂസ്ഫുൾ ആയ ഒരു സംഭവം സൈഡ് ബാർ എന്ന പേരിലുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. അതിനകത്ത് കൂടുതൽ ആപ്ലിക്കേഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതാണ് സൈഡ് ബാർ. ജസ്റ്റ് സെറ്റിങ്സിൽ സൈഡ് എന്നടിച്ച് സെർച്ച് ചെയ്താൽ സൈഡ് ബാർ എന്ന ഓപ്ഷൻ വരും. അതിനകത്ത് എനേബിൾ ചെയ്താൽ മാത്രം മതി. വേണ്ട സംഭവങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് ചേർക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ColorOS 6ലെ പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചറുകൾ. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച്, ഫോണിനെ കുറിച്ച് പല ഫീച്ചർ ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരുവിധം എല്ലാ ഡൗട്ടും ഈ ഒരു വീഡിയോ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. കൂടുതൽ ഇത്തരം വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. മറക്കാതെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.